വെണ്ടക്കായ പൊട്ടിച്ചാലോ? ഇഷ്ടം പോലെ ഇല്ല. അതെയാ, താഴെ അതിൻ്റെ തന്നെ താഴെ. ഇതൊരു സുഖമല്ലേ, ഒരഭിമാനം. സ്വന്തം വെണ്ടക്കായ പൊട്ടിച്ചിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ അല്ലേ ജയശ്രീയ? അപ്പം നമ്മുടെ വെണ്ടക്കായ ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ പൊട്ടിക്കണം കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ കുറേ വലുതായുണ്ട്. നോക്കോ, ആ ആ ഞാൻ എത്തി പൊട്ടിക്കും. ഇവിടെ ഉണ്ട്, ഇവിടെ അങ്ങനത്തെ വേണം. അതെ, ടീച്ചർ നിൽക്കണോടത്തുണ്ട് ചവിട്ടിയാണ് എൻ്റെ ആദ്യം. അത് നിന്നോട്ടെ വേണ്ട നാളേക്കാവല്ലേ? അതെ, മറ്റേ അതിൻ്റെ അപ്പുറത്ത് വരുന്നുണ്ട്. ഇത്ര കിട്ടിയതേ. നമസ്തേ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. സന്ധ്യാവാറായി. അപ്പോൾ വൈകുന്നേരത്തേക്ക് എന്താണ് ചെറിയ വായിക്ക് രുചിക്കായിട്ട് ഞാൻ 2 വെണ്ടക്കായ പൊട്ടിച്ചെടുത്തു. 2 അല്ല 5-10 വെണ്ടക്കായ പൊട്ടിച്ചു. ഒരു 10 വെണ്ടക്കായ എടുത്ത് ചെറിയ കൂട്ടാൻ വയ്ക്കാൻ പോവാം. വായിക്ക് രുചി കിട്ടാനായിട്ടേ നമുക്ക് ഉണ്ടാക്കാം. ഇന്ന് ഇതുവരെയും വയ്ക്കാത്ത രീതിയിൽ ഒരു പുതിയ കറിയാട്ട വയ്ക്കണത്. നമ്മൾ ഉപ്പേരിക്കൊക്കെ നുറുക്കണ പോലെ തന്നെ കൊടുക്കാം. അപ്പം ഞാനൊരു 8 വെണ്ടക്കായ അരിഞ്ഞൂട്ടാം. മുഴുവൻ എത്ര മതി, കുറച്ച് മതി. ഒരു പച്ചമുളക് കൂടി അതിലേക്ക് അരിഞ്ഞിടാം. പച്ചമുളക് ഇട്ടു, ഇത്ര മതി. ചീനച്ചട്ടി വയ്ക്കാം. തീ കത്തിച്ചു, ചൂടാവട്ടെ. ചീനച്ചട്ടി ചൂടായി. വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടായി. കടുകിടാം. 1 ടീസ്പൂൺ കടുകിട്ടു. പിന്നെ ഇത്തിരി ഉലുവയും കൂടി ഇടാം കേട്ടോ. 1/2 ടീസ്പൂൺ ഉലുവ ഇടാം. ഉലുവിട്ടു. നന്നായിട്ട് അത് പൊട്ടട്ടെ. ഉലുവയൊക്കെ നല്ല ചുവപ്പ് നിറാവട്ടെ. ഇനി അതിലൊരു വറ്റൽമുളക് ഇടാം. വറ്റൽമുളക് ഒരെണ്ണം പൊട്ടിച്ചിട്ടു. നന്നായിട്ടൊന്ന് ഇളക്കാം. ഇപ്പോൾ എല്ലാം പൊട്ടിക്ക് കഴിഞ്ഞു. വറ്റൽമുളകൊക്കെ നല്ല ചുമന്നു. ഇനി നമുക്ക് കഷ്ണം ഇടാം. വെണ്ടക്കായ നുറുക്കിയതും പച്ചമുളക് നുറുക്കിയതൊക്കെ അതിലിട്ടു. നന്നായിട്ട് ഈ വെളിച്ചെണ്ണയിൽ വന്നിട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. ഒന്ന് വാടട്ടെ. ഇതൊന്ന് ഒട്ടും വെള്ളമൊന്നും ചേർക്കണ്ട. വെളിച്ചെണ്ണയിൽ കിടന്ന് തന്നെ ഇതിങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ വെണ്ടക്കായ ഇങ്ങനെ വെളിച്ചെണ്ണയിൽ വഴറ്റിയാൽ അതിൻ്റെ ആ വഴുവഴുപ്പൊക്കെ മാറിക്കിട്ടും. നന്നായിട്ട് ഇങ്ങനെ ഇളക്കുക. കുറച്ച് നേരം ഇളക്കുമ്പോൾ വെളിച്ചെണ്ണയും കടുകും ഉലുവയും അതിൻ്റെയൊക്കെ ടേസ്റ്റൊക്കെ ഈ വെണ്ടക്കായ്മ നന്നായിട്ട് പിടിക്കട്ടെ. മതി. നമുക്കിനി അതിൽ കുറച്ച് കറിവേപ്പില ഇടാം കേട്ടോ. കറിവേപ്പിലയുടെ 2 ഇതൾ കറിവേപ്പില ഊരിയിട്ടു. വീണ്ടും ഇളക്കുക. അപ്പോൾ കറിവേപ്പിലയുടെ മണമൊക്കെ എന്താ വരണതെന്നറിയോ? പിന്നെ വറവായ ടേസ്റ്റ് വാസനയും വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഇതെടുത്തൊക്കെ കേട്ടോ.
ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടണം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. ഇത്തിരിയല്ലേ വയ്ക്കണുള്ളൂ കൂട്ടാൻ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. നന്നായിട്ടൊന്ന് ഇളക്കാം. മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ട് എല്ലായിടത്തും പിടിക്കട്ടെ. ഇപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ട് എല്ലായിടത്തും വ്യാപിച്ചു. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, മുളക് പൊടി ഇടാം. ഈ മുളക് പൊടി 1 ടീസ്പൂൺ ഇടാം കേട്ടോ. നല്ല എരിവുള്ള മുളക് പൊടിയാണ്, എന്നാലും കുഴപ്പമില്ല, അത് കറിയാണല്ലോ, ഒഴിച്ച് കൂട്ടാനല്ലേ. അപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു. വീണ്ടും അതൊന്ന് നന്നായിട്ട് ഇളക്കാം. മുളക് പൊടിയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് പോണ വരയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി. ഇനി ഉപ്പിടാം. ഉപ്പിട്ടു. ഇപ്പം ഏതാണ്ട് നമ്മളിപ്പോൾ ഉപ്പേരിയുടെ കാര്യമില്ലേ, മെഴുക്ക് വരട്ടിയുടെ പോലെ. ഇനിയാണ് നമ്മളിതിൽ കുറച്ച് മോരൊഴിക്കാൻ പോവാണ്. 1 ഗ്ലാസ് മോരൊഴിച്ചു. ഈ മോരൊഴിച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ടൊന്നിങ്ങനെ പതയായിട്ട് വരണം, നുര വരണം. അപ്പോൾ ഒരു 2 മിനിറ്റ് നേരം തിളച്ചാൽ മതി. അപ്പോൾ റെഡിയായി. ഇനി വറുത്തിടേണ്ട ആവശ്യമില്ല, നമ്മൾ നേരത്തെ വറുത്തിട്ടുണ്ടല്ലോ. പകർത്താം. പകർത്തി ഇതാ നോക്കൂ, വെണ്ടക്കായ കൂട്ടാൻ റെഡി. നല്ല മോരൊഴിച്ച കൂട്ടാൻ വെണ്ടക്കായാണ്. പുളിയുണ്ട് ഇതിന്. അപ്പോൾ പുളിയുള്ള കാരണം കൊണ്ട് നല്ല എരിവുണ്ട്, പുളിയുണ്ട്, ഉപ്പുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. ഇഷ്ടമായി. അപ്പോൾ എത്ര പെട്ടെന്ന് ഞാൻ വെണ്ടക്കായ കൊണ്ട് കൂട്ടാൻ വെച്ചു. അവിടെ പോയി പൊട്ടിച്ച് കൊണ്ടുവന്നു, 5-10 ഉരുക്കി ടക്ക് പണി കഴിഞ്ഞു. അത് സുഖമായിട്ട് ഊണ് കഴിക്കാം കേട്ടോ. നമുക്കത് മോര് ഒഴിച്ചിട്ടാണ് ഇന്ന് വെച്ചിരിക്കുന്നത്. പുളി ഒഴിച്ച് വെക്കാം, പലതരത്തിൽ വെക്കാം കേട്ടോ. പുളി ഒഴിക്കാണ്ട് വെക്കാം, വെച്ച് നോക്കൂ കേട്ടോ, നല്ലതാണ്. വെണ്ടക്കായ എങ്ങനെയൊക്കെ വയ്ക്കുക, പലതരത്തിലും വയ്ക്കാമല്ലോ അല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമായോ? ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഓക്കേ.